നമസ്കാരം. ഭാരതീയ ജ്യോതിഷ പ്രകാരം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ പൊതുവായി വിശകലനം ചെയ്ത ഫലമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ പൊതുഫല പ്രവചനം അല്പം ദൈർഘ്യമേറിയതാണ്. നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഫലപ്രവചനം ശ്രദ്ധയോടെ കേട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഫലപ്രവചനം ആരംഭിക്കുകയാണ്. അശ്വതി നക്ഷത്ര ജാതർക്ക് ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കും. കാര്യക്ഷമമായ ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിയ തോതിലെങ്കിലും ഉണ്ടാകുവാൻ ഇട കാണുന്നു. ശാന്തമായ ചിന്തകളും വിശ്രമവും ആവശ്യമായി വന്നേക്കാം. സാമ്പത്തികമായി അനുകൂലമോ പ്രതികൂലമോ ആയി ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ചില ചിലവുകൾ അപ്രതീക്ഷിതമായി വന്നു ചേർന്നേക്കാം. അതിനാൽ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ജോലി സംബന്ധമായി മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. കഠിനാധ്വാനത്തിന് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നതാണ്. പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ശ്രദ്ധയും ഉത്സാഹവും ആവശ്യമുള്ള സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ്. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ലളിത ഭക്ഷണക്രമം തുടരുന്നത് നല്ലതായിരിക്കും. ഓഗസ്റ്റ് 4, ഓഗസ്റ്റ് 7 എന്നീ ദിവസങ്ങൾ ശുഭദിനങ്ങളാണ്. ഓഗസ്റ്റ് 5 പ്രതികൂല ദിനമായി കാണുന്നു. ഭരണി മാസത്തിലുടനീളം മാനസിക സമ്മർദ്ദം കുറഞ്ഞ് സന്തോഷകരമായ ജീവിതം നയിക്കുന്നതാണ്. പഴയകാല സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കുവാനും ചെറു യാത്രകൾ നടത്തുവാനും ഇടയാകുന്നതാണ്. കുടുംബത്തിലെ മുതിർന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ്. ആരോഗ്യപരമായി ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചെറിയ ശമനം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ചെലവുകളും അപ്രതീക്ഷിത വരുമാനവും ഉണ്ടാകുവാൻ ഇട കാണും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരവും പ്രശംസയും ലഭിക്കുവാനിടയുണ്ട്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനും കഴിയുന്നതാണ്. വിദ്യാഭ്യാസപരമായി നേട്ടമുള്ള സമയമാണ്. വിവാഹിതർക്ക് പരസ്പരം മനസ്സിലാക്കുവാനുള്ള സമയം കൂടിയാണിത്. ആഗസ്റ്റ് 3, ആഗസ്റ്റ് 8 എന്നീ ദിവസങ്ങൾ ശുഭകരവും ആഗസ്റ്റ് 6 പ്രതികൂലവുമായി കാണുന്നു. ദേവീ പ്രാർത്ഥനയും ദേവീക്ഷേത്ര സന്ദർശനവും വെള്ളിയാഴ്ച ദിവസം നോക്കി പ്രായമായവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ്. കാർത്തിക മികച്ച ഫലമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം വന്നുചേരുന്നത്. കുടുംബത്തിൽ ചെറിയ സന്തോഷങ്ങൾക്കിടയുണ്ട്. ബന്ധുമിത്രാദികൾ അനുകൂല അവസ്ഥയിൽ വന്നുചേരുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. മാതാപിതാക്കളോട് കൂടുതൽ അടുപ്പം കാണിക്കും. ശാരീരിക അവസ്ഥ ശരാശരി നിലവാരം പുലർത്തുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നേക്കാം. ധനകാര്യ നില മെച്ചപ്പെടും. പുതിയ വായ്പകൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാകുവാൻ ഇട കാണുന്നു. പുതിയ കരാറുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർ വിശദമായ ആലോചനകൾക്ക് ശേഷം മുൻപോട്ട് നീങ്ങുക. ആഗസ്റ്റ് 5, ആഗസ്റ്റ് 9 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. ആഗസ്റ്റ് 6 പ്രതികൂല ദിനമായി കാണുന്നതിനാൽ ഇന്നേ ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ കരുതലോടെ നീങ്ങേണ്ടതാണ്. ദോഷശാന്തിക്കും ഇഷ്ടപൂർത്തീകരണത്തിനുമായി ഒഴുകുന്ന നദികളിലെ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്നത് നല്ലതാണ്. രോഹിണി കുടുംബത്തിൽ സമാധാനവും സഹകരണവും വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. ഉപേക്ഷിച്ച ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ഇടവരുന്നതാണ്. ബന്ധുമിത്രാദികളിൽ നിന്നും മികച്ച പിന്തുണയും സഹകരണവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പഴയ ചില രോഗങ്ങളോ അലർജി പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ പതിപ്പിക്കണം. മാസാരംഭത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ നേരിടുവാൻ സാധ്യതയുണ്ട്. മാസാവസാനത്തോടെ സാമ്പത്തിക നേട്ടമുണ്ടാകും. അനാവശ്യ വായ്പകൾ, ഇടപാടുകൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. തൊഴിലിടങ്ങളിൽ സമ്മർദ്ദം കുറയുകയും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. പുതിയ പങ്കാളിത്തം വ്യാപാര രംഗത്ത് ഗുണം ചെയ്യുവാനിടയില്ല. പുതിയ ജോലികൾക്കായി ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും. പുതിയ കോഴ്സുകൾക്ക് ചേരുവാൻ അനുകൂല സമയമാണ്. വിവാഹാലോചനകൾക്ക് മികച്ച സമയമാണ്. വിവാഹ ചർച്ചകളിൽ തുറന്ന ആശയവിനിമയം അനിവാര്യമാണ്. ജൂലൈ 22, ജൂലൈ 27, ഓഗസ്റ്റ് 11 എന്നീ ദിവസങ്ങൾ അനുകൂലവും ജൂലൈ 30, ഓഗസ്റ്റ് 5 എന്നീ ദിവസങ്ങൾ പ്രതികൂല ദിനങ്ങളുമായി കാണും. ദോഷശാന്തിക്കായി തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര സന്ദർശനവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര സന്ദർശനവും നാമജപവും നടത്തുന്നത് ഉചിതമായിരിക്കും. മകയിരം മാസാരംഭം വിപരീത ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുവാൻ ഇട കാണുന്നു.
ശാന്തമായ സമീപനം ആവശ്യമായ മാസമാണ്. വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും ചിലർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാനസിക വിഷമങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാത്തത് ചെറിയ വിഷമങ്ങൾക്ക് കാരണമായേക്കാം. മിതമായ വരുമാന സാധ്യതകൾ ഉണ്ടെങ്കിലും ആകസ്മികമായ ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പുതിയ വരുമാന സാധ്യതകൾ മുന്നിൽ കണ്ട് പണം നിക്ഷേപിക്കുവാൻ ശ്രമം തുടരുമെന്നതിനാൽ കരുതലോടെ നീങ്ങേണ്ടതാണ്. പലിശയുള്ള കടങ്ങൾ എടുക്കാതിരിക്കുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകിയാൽ പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരുന്നു. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് വൈകുവാൻ ഇട കാണുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണെങ്കിലും ഉത്സാഹക്കുറവ് കാണിക്കുവാൻ ഇടയുണ്ട്. കൂടുതൽ പരിശീലനവും മത്സര പരീക്ഷകളും കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. വിവാഹിതരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾക്ക് പറ്റിയ സമയമല്ല. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. യാത്രകളിൽ കൂടുതൽ കരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജൂലൈ 25, ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 12 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. ജൂലൈ 28, ഓഗസ്റ്റ് 8 എന്നീ ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടുതൽ ആലോചന വേണ്ടതുമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിലെ ശിവക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ദോഷപരിഹാരമായി ഭവിക്കുന്നതാണ്. തിരുവാതിര മാസാരംഭത്തിൽ ചില പൊരുത്തക്കേടുകളും ആശയ വ്യത്യാസങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ചില ബന്ധങ്ങളിൽ അപ്രതീക്ഷിത മൗനം തോന്നിച്ചേക്കാം. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സന്തോഷ വാർത്തകൾക്കും മാനസിക ശാന്തിക്കും ഇടവരുന്നതാണ്. പഴയ സുഹൃത്തുക്കൾ തേടിയെത്തും. കുടുംബത്തിൽ വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് സാധ്യത കാണുന്നു. അതുപോലെ കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. സാമ്പത്തിക ചെലവുകൾ കൃത്യതയോടെ നിയന്ത്രിക്കണം. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആകസ്മികമായ ധനലാഭം ഉണ്ടാകുന്നതാണ്. ഓഹരി വ്യാപാരികൾക്ക് ദീർഘകാല നിക്ഷേപമാണ് ഉചിതം. തൊഴിൽ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യമായ മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കുകയും ഒപ്പം പൂർണ്ണമായും ആശ്രയിക്കേണ്ടതുമില്ല. വിദ്യാർത്ഥികളിൽ നേരിയ അലസതയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ചിട്ടയായ പഠനത്തിൽ നിന്നും ഒട്ടും പിന്നോക്കം പോകാതിരിക്കുവാൻ മാതാപിതാക്കളുടെ ശ്രദ്ധ അങ്ങേയറ്റം അനിവാര്യമാണ്. ദമ്പതിമാരുടെ ഇടയിൽ അസ്വാരസ്യം ഉണ്ടായേക്കാം. അവസാനത്തോടെ തെറ്റിദ്ധാരണ മാറി യോജിപ്പിലെത്തുന്നതാണ്. ശാരീരികമായി ചെറിയ ക്ഷീണങ്ങൾക്ക് കാരണമാവാം. ജലജന്യ രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കണം. ജൂലൈ 24, ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 13 എന്നീ ദിവസങ്ങൾ ശുഭകരമായി കാണുന്നു. ജൂലൈ 27, ആഗസ്റ്റ് 5 എന്നീ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങുക. തിങ്കളാഴ്ചത്തെ ശിവക്ഷേത്ര ദർശനവും ഓം നമഃ ശിവായ 108 പ്രാവശ്യം ദിവസേന ജപിക്കുന്നത് നിശ്ചയമായും ദോഷശാന്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ്. പുണർദം വ്യക്തി ജീവിതത്തിലെ അമിതോത്സാഹവും എടുത്തുചാട്ട മനോഭാവവും നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. വാക്കുകളിൽ മിതത്വം പാലിക്കുക. വിദേശത്ത് താമസിക്കുന്ന ബന്ധുമിത്രാദികളിൽ നിന്നും അന്വേഷണം ഉണ്ടാകാം. കുടുംബത്തെ മുൻനിർത്തി പല കാര്യങ്ങൾക്കും നീക്കുപോക്കുണ്ടാക്കുവാൻ പറ്റിയ സമയമാണ്. മാനസിക പ്രയാസങ്ങൾ കുറഞ്ഞു വരും. മാസാരംഭത്തിൽ ചിലവുകൾ കൂടിയും പകുതിക്കു ശേഷം അപ്രതീക്ഷിത നേട്ടവും ഫലമായി വരുന്നതാണ്. വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധ പതിപ്പിക്കുക. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെറിയ അഴിച്ചുപണികൾ നടത്തുവാനിടയുണ്ട്. പുതിയ കരാറുകളിൽ ശ്രദ്ധ പതിപ്പിക്കണം. സഹപ്രവർത്തകരുടെ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. വിറ്റുവരവ് വർധനയ്ക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ കൂടുതൽ ഉത്സാഹഭരിതരാകും. മെച്ചപ്പെട്ട പഠനക്രമങ്ങളിൽ ഏർപ്പെടും. ജൂലൈ 21, ജൂലൈ 30, ഓഗസ്റ്റ് 9 എന്നീ ദിനങ്ങൾ അനുകൂലമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിലെ ശിവക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാദാനം, കുട്ടികൾക്ക് ബുക്ക്, പേന പോലത്തെ സംഭാവനകളൊക്കെ നൽകുന്നത് വളരെ നല്ലതാണ്. പൂയം വ്യക്തിപരമായ ഉയർച്ചയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. കുടുംബപരമായ ചിന്തകൾക്ക് പ്രാധാന്യം നൽകും. പരിഹരിക്കപ്പെടാതിരുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. കുടുംബത്തിനുള്ളിൽ പൊതുവെ സന്തോഷം വന്നുചേരും. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകും. ചില ആഴ്ചകളിൽ ചെലവുകൾ കൂടുമെങ്കിലും വരുമാനം വർദ്ധിക്കുന്നതാണ്. വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെ നീങ്ങണം. ജോലി ചെയ്യുന്നവർക്ക് പ്രവർത്തനക്ഷമത വിലയിരുത്തപ്പെടും. പുതിയ ചുമതലകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് രംഗത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുവാൻ അനുയോജ്യമായ സമയം കൂടിയാണിത്. വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും കൂടുതൽ പരിശ്രമിക്കുക. നേട്ടം തൊട്ടടുത്താണ്. ദാമ്പത്യപരമായി മെച്ചപ്പെട്ട സമയമാണ്. ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യനില ശരാശരി നിലവാരം പുലർത്തുന്നതാണ്.
ജൂലൈ 19, ജൂലൈ 28, ഓഗസ്റ്റ് 12 എന്നീ ദിനങ്ങൾ അനുകൂല ദിവസങ്ങളാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പ്രതിദിനം 21 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കുന്നത് ദോഷശാന്തി വരുത്തി ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. ആയില്യം, ആശങ്കകളൊക്കെ നീങ്ങി ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന സമയം കൂടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നീങ്ങി കുടുംബത്തെ സന്തോഷമുണ്ടാകും. മാസാരംഭത്തിൽ ചെലവുകൾ വർദ്ധിച്ചേക്കാം. എന്നാൽ മാസാന്ത്യത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിച്ചേക്കാം. മേലധികാരികളിൽ നിന്നും ശകാരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആത്മസംയമനം പാലിക്കുക. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കിട്ടാക്കടം വന്നു ചേരാൻ സാധ്യത കാണുന്നു. പുതു സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ചിന്തയോടെയും കരുതലോടെയും നീങ്ങുക. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരുന്നതാണ്. ദമ്പതിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം നീങ്ങുവാൻ തുറന്ന ചർച്ചകൾ ആവശ്യമാണ്. വിവാഹ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ സമ്മതം തേടേണ്ടത് ആവശ്യമാണ്. വിവാഹ നിശ്ചയ ചർച്ചകൾക്ക് അവസാനം അനുയോജ്യമാണ്. ജൂലൈ 23, ഓഗസ്റ്റ് 1 എന്നീ ദിനങ്ങൾ കൂടുതൽ അനുകൂലമായി കാണുന്നു. ജൂലൈ 26, ഓഗസ്റ്റ് 8 എന്നീ ദിവസങ്ങൾ മെച്ചമായി കാണുന്നില്ല. ക്ഷേത്ര ദർശനം നടത്തുന്നത് മനോബലം വർദ്ധിപ്പിക്കുന്നതിനും മികച്ച അനുഭവങ്ങൾ ലഭ്യമാകുന്നതിനും സഹായകരമാണ്. ആയില്യ നക്ഷത്രജാതരായ സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം മാസത്തിലൊരിക്കൽ, വിശേഷിച്ച് കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്നത് ദോഷശാന്തിക്കും പ്രശ്ന പരിഹാരത്തിനും ഉത്തമമാണ്. മകം, ഈ കർക്കിടക മാസം മകർ നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവിന്റെയും ജീവിത താല്പര്യങ്ങളിലേക്കുള്ള പുതിയ തിരിഞ്ഞുനോട്ടത്തിൻ്റെതുമാണ്. അനുദിനം ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയും കാര്യക്ഷമതയുള്ള തീരുമാനങ്ങൾ വിജയത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. മാതാവിൽ നിന്നോ മാതൃ സഹോദരങ്ങൾക്കിടയിൽ നിന്നോ മെച്ചപ്പെട്ട അനുഭവം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതി ചിലവ് കൂടിയും പകുതിക്ക് ശേഷം വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഓഹരി വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർ ദീർഘകാല നിക്ഷേപങ്ങൾക്കായി ഒരുങ്ങുക. പഴയ കടങ്ങൾ തിരിച്ചു കിട്ടുവാൻ സാധ്യത കാണുന്നു. അനാവശ്യ ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ്. പരീക്ഷകളിൽ വിജയം ലഭിക്കും. ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ്. ജൂലൈ 22, ഓഗസ്റ്റ് 11 മികച്ച ദിവസങ്ങളായി കാണുന്നു. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ശുഭദായകമാണ്. പൂരം നക്ഷത്ര ജാതർക്ക് ഈ കർക്കിടക മാസം ഭാഗ്യത്തിന്റെ മിശ്രഫലങ്ങളോടെയാണ് കടന്നുവരുന്നത്. ആത്മവിശ്വാസം, ചിന്താസ്ഥിരത, കലാപരമായ പുരോഗതി എന്നിവയിലേക്ക് തിരിയുന്ന കാലഘട്ടമാണ്. എന്നാൽ ചില മേഖലകളിൽ ദൈനംദിന സമ്മർദ്ദം കുറച്ചധികമായി അനുഭവപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബ ബന്ധങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ തുറന്ന് ഇടപെടുന്നതിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരിൽ ചിലർക്ക് അകന്നു താമസിക്കുവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ മാസാന്ത്യത്തോടെ മാറ്റം കാണുന്നുമുണ്ട്. കലാപരമായി കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും തദ്വാര അംഗീകാരങ്ങൾ തേടി വരുവാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തികമായ നിയന്ത്രണം അനിവാര്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ചിട്ടയായ പഠനക്രമത്തിലൂടെ മുന്നേറുവാനുള്ള അവസരമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനുള്ള സാധ്യതയും കാണുന്നു. ജൂലൈ 20, 23 തീയതികൾ ശുഭകരവും ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 11 എന്നീ തീയതികൾ ഏറെ ഗുണകരമല്ലാത്ത ദിനങ്ങളുമായിട്ടും കാണുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ശുഭദായകമാണ്. ഉത്രം നക്ഷത്ര ജാതർക്ക് ഈ കർക്കിടക മാസം ചില നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. മാനസികമായി ബുദ്ധിമുട്ടുകളും എല്ലാ വിഷയങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതുമായുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പഴയകാല പ്രശ്നങ്ങളെ തലപൊക്കി വരാം. അനാവശ്യ ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിനുള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. മുതിർന്നവരുമായി ആശയവിനിമയം നടത്തുന്നത് നല്ലതാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം സാധ്യമാകണമെന്നില്ല. മേലുദ്യോഗസ്ഥരെ അനുസരിക്കുകയും അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയ പ്രതീക്ഷകൾക്കും സാധ്യത കാണുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അഭികാമ്യമാണ്. ദോഷപരിഹാര ക്രിയകളായി നിർദ്ദേശിക്കുവാനുള്ളത് ദേവീക്ഷേത്ര ദർശനവും കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം നടത്തുക എന്നുള്ളതുമാണ്. കർക്കിടക മാസത്തിൽ ഉത്രം നക്ഷത്ര ജാതർക്ക് വൃത്തിയായ ജീവിതശൈലിയും ആത്മവിശ്വാസം ഉയർത്തലും അനിവാര്യമാണ്. അത്തം നക്ഷത്ര ജാതർ ഈ കർക്കിടക മാസത്തിൽ പുത്തൻ തുടക്കത്തിനായുള്ള പരിശ്രമത്തിലായിരിക്കും. മാനസികമായ അലട്ടലുകൾ നേരിടുന്ന സമയമാണ്. പഴയ ഓർമ്മകൾ അലട്ടുവാനുള്ള സാധ്യത കാണുന്നു. ആത്മവിശ്വാസം കുറയുന്ന അവസ്ഥയുണ്ടെങ്കിലും അതിൽ നിന്ന് ഉയരുവാനുള്ള ശക്തിയും ഉണ്ടായിരിക്കുന്നതാണ്. ആത്മീയതയിലേക്കുള്ള ആകർഷണം ഈ മാസത്തിൽ വർദ്ധിക്കുന്നതാണ്. കുടുംബ ബന്ധത്തിൽ
ചേർച്ചക്കുറവുണ്ടെങ്കിലും മാസാന്ത്യത്തിൽ സൗഖ്യമുണ്ടാകുന്നതുമാണ്. ജോലിസ്ഥലത്ത് നിരീക്ഷണവും കൃത്യതയും അനിവാര്യമായി വരും. സഹപ്രവർത്തകരുമായി ആശയ വ്യത്യാസം ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ്. വ്യാപാര രംഗത്ത് നേരിയ നഷ്ടസാധ്യത കാണുന്നുണ്ടെങ്കിലും സ്ഥിരത നിലനിൽക്കുന്നതാണ്. ദിവസേന ഗീതാപാരായണം കുറഞ്ഞത് ഒരു ശ്ലോകമെങ്കിലും ദിവസേന വായിച്ച് മനസ്സിലാക്കുക. പിതൃതർപ്പണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ദോഷപരിഹാരത്തിന് അത്യുത്തമമാണ്. ചിത്തിര നക്ഷത്ര ജാതർക്ക് ഈ മാസത്തിൽ സമത്വ ബുദ്ധിയും അതീവ ശ്രദ്ധയും ആവശ്യമാണ്. ധൈര്യത്തോടെ മുന്നേറുക മാത്രമാണ് വിജയത്തിന്റെ വഴി. മാനസികമായ ചില വൈഷമ്യങ്ങൾ നേരിട്ടേക്കാം. ആധികാരികത വരെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ആത്മപരിശുദ്ധിക്കുള്ള വഴികൾ തേടുന്ന സമയം കൂടിയാണിത്. ഉള്ളിലുള്ള ദുഃഖങ്ങൾ മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വിവേചനത്തോടെ നേരിടേണ്ടത് അനിവാര്യമാണ്. ജോലിസ്ഥലത്ത് അന്യായമായ കുറ്റാരോപണങ്ങൾക്കിടയുണ്ട്. ബിസിനസ്സുകാരെക്കാൾ ശമ്പളം പറ്റി ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ചേരുവാനും ഇടയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാന നിമിഷം വന്നു ചേരുവാനുള്ള സാഹചര്യമുണ്ട്. ദോഷപരിഹാരങ്ങൾക്കായി ശ്രീമദ് ഭാഗവത പാരായണം നടത്തുക. പിതൃതർപ്പണം നടത്തുക. ചോദ്യം: ഇച്ഛാശക്തിയിൽ കാര്യമായ കുറവുണ്ടാകാം. കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അലസത കാണിക്കാം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംശയം തോന്നാം. വീട് വിട്ട് താമസിക്കുന്നവർക്ക് കുടുംബത്തേക്ക് തിരികെ വരുവാനുള്ള തോന്നലുണ്ടാകും. മാതൃസ്നേഹം വർദ്ധിക്കും. ജോലിസ്ഥലത്ത് നിരീക്ഷണ വിധേയനായിരിക്കും. കൂടാതെ പുതിയ ജോലി ഭാരവും വന്നു ചേർന്നേക്കാം. സ്ഥിരതയുള്ള വരുമാനമാണെങ്കിലും അനിയന്ത്രിതമായ ചെലവുകൾ വന്നു ചേർന്നേക്കാനും സാധ്യതയുണ്ട്. ശാരീരിക ക്ഷീണം, കഫസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു. പ്രശ്നപരിഹാരത്തിനായി ശ്രീ ലളിതാ സഹസ്രനാമം ദിവസേന ജപിക്കുക. കർക്കിടക വാവു ദിനത്തിൽ പിതൃതർപ്പണം നടത്തുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയും ദോഷശാന്തി നേടാവുന്നതാണ്. വിശാഖം: അസാധാരണമായ ഇച്ഛാശക്തിയും പ്രായോഗിക ബുദ്ധിയും ജന്മനായിട്ടുള്ള ഇവർക്ക് ഈ കർക്കിടക മാസത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിയുമായി തുറന്നിടപെടുക വഴി ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒഴിവാക്കാവുന്നതാണ്. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നേക്കാം. എന്നാൽ അതിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കണമെന്നില്ല. വിദേശ ജോലിയോ അനുബന്ധ കാര്യങ്ങളോ പുനർപരിശോധനയിൽ വരുവാനിടയുണ്ട്. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയം ലഭിച്ചേക്കാം. സർക്കാർ ഉദ്യോഗം ലക്ഷ്യമിട്ടവർക്കും അധ്യാപക വൃത്തിയിലുള്ളവർക്കും പുരോഗതിയുള്ള സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്തുവാൻ കഴിയുന്നതാണ്. പുതിയ വായ്പകൾ എടുക്കുന്നവർ വിശദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ദോഷശാന്തിക്കായി ഭാഗവത പാരായണം ദിവസേന നടത്തുക. കർക്കിടക വാവു ദിനത്തിൽ പിതൃതർപ്പണം നടത്തുക. അനിഴം: ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും പൊടുന്നനെ ചെയ്തു തീർക്കണമെന്ന ചിന്ത മനസ്സിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. പല കാര്യങ്ങളിലും സന്തോഷമില്ലായ്മയും അസംതൃപ്തിയും അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ഈശ്വര വിശ്വാസം വർദ്ധിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കും. സംസാര ശൈലിയിലുള്ള പ്രശ്നം കാരണം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജോലിയിൽ സ്ഥിരതയ്ക്കുള്ള ഭീഷണി ഉണ്ടാകുവാനിടയുണ്ട്. ഇതുമൂലം പുതിയ സാധ്യതയ്ക്കുള്ള വഴി തെളിയുവാനും ഇട കാണുന്നു. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ ജാഗ്രതയുണ്ടാകണം. വരവ് കുറഞ്ഞും ചിലവ് അധികരിച്ചും കാണുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ വാദപ്രതിവാദങ്ങൾക്കും സാധ്യത കാണുന്നു. ദോഷപരിഹാരത്തിനായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തുകയും അമാവാസി ദിനങ്ങളിൽ ദീപം തെളിയിക്കുകയും ചെയ്യുക. തൃക്കേട്ട: എടുക്കേണ്ട തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം വന്നു ചേരുവാനിടയുണ്ട്. മാനസിക വിഷമങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസമില്ലായ്മ പല കുഴപ്പങ്ങൾക്കും കാരണമായേക്കാം. ബന്ധങ്ങളിൽ സൗമ്യത കുറയാം. ബന്ധുക്കളുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കാകുലരാകുവാൻ സാധ്യതയുമുണ്ട്. ഉദ്യോഗമാറ്റത്തിന് അനുകൂലമായ സമയമല്ല. ഭാഗികമായ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ്. ക്ഷേത്ര ദർശനം, ഈശ്വര ഭജനം എന്നിവയിലൂടെ ദോഷശാന്തി കൈവരിക്കാവുന്നതുമാണ്. മൂലം: ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാനിടയുണ്ട്. മനസ്സ് നിറയെ സംശയങ്ങളും ആലോചനകളും നിറഞ്ഞ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പ്രയാസപ്പെടും. കുടുംബത്തിനുള്ളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കണമെന്നില്ല. വരുമാനത്തിൽ കാര്യമായ പുരോഗതി ഈ മാസം ലഭിക്കുവാനിടയില്ല. ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായേക്കാം. ആരോഗ്യപരമായ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. പരീക്ഷകളും തിരിച്ചറിയലുകളും നിറഞ്ഞ മാസമാണ് കർക്കിടകം. മനസ്സിൽ വിശ്വാസം നിലനിർത്തി വിഷ്ണു ഭഗവാനെ ഭജിച്ചാൽ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാവും. പൂരാടം:
ആത്മപരിശോധന, സാമ്പത്തിക ചിന്തകൾ, വ്യക്തി ജീവിതത്തിലെ താല്പര്യക്കുറവ് തുടങ്ങിയവ കൊണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. ആത്മവിശ്വാസക്കുറവ് ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രതിഫലിക്കാനിടയുണ്ട്. നീണ്ട ചിന്തകളും ആത്മപരിശോധനകളും നടക്കുന്നതാണ്. ബന്ധുജനങ്ങളുമായി അകന്നുള്ള താമസത്തിനുള്ള സാധ്യതയും കാണുന്നു. ഔദ്യോഗിക രംഗത്ത് കാര്യമായ പ്രകടനത്തിന് സാധ്യത കാണുന്നില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കുറയുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരംഭിച്ച പല പ്രവർത്തികളും പാതി വഴിയിൽ എത്തി നിൽക്കുവാനുള്ള സാധ്യതയും കാണും. വരവിൽ കവിഞ്ഞ ചെലവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ദോഷശാന്തിക്കായി ഇഷ്ടദേവനെ ഭജിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ഉത്രാടം, കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന ചിന്ത ആത്മവിശ്വാസക്കുറവിന്റെ ലക്ഷണമായി തോന്നിയേക്കാം. കുടുംബാംഗങ്ങളിൽ നിന്നും സംരക്ഷണവും പിന്തുണയും ലഭിക്കുന്നതാണ്. വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഒഴിവാക്കി മുന്നോട്ടു പോവുക. പഴയ ചില നിക്ഷേപങ്ങൾ തിരികെ ലഭിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത കൊടുക്കണം. ദോഷപരിഹാരത്തിനായി ആദിത്യവന്ദനം നടത്തുക. മാസാന്ത്യത്തിൽ അനുകൂല ഫലം കണ്ടു തുടങ്ങുന്നതാണ്. തിരുവോണം, ഈ മാസം അന്തർമുഖമായ ആത്മപരിശോധനയും ജീവിതത്തിലെ ദൈർഘ്യമുള്ള മാറ്റങ്ങളുടെയും തുടക്കമാണ്. ധൈര്യവും സാമർഥ്യവുമുള്ളവർക്ക് ചിന്താ വ്യാകുലതകൾ ഉണ്ടായേക്കാമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് സമയം തെളിയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതുമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ സ്വയം മുൻകൈ എടുക്കേണ്ടി വരുന്നതുമാണ്. ജോലി സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സ്ഥാനചലനത്തിനും സാധ്യത കാണുന്നു. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരിയ നഷ്ട സാധ്യതയും ഉണ്ടാകുന്നതാണ്. ഉറച്ച ഈശ്വര ചിന്ത പ്രശ്ന പരിഹാരത്തിന് സഹായകരമാകുന്നതാണ്. അവിട്ടം, ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന സമയമാണ്. അവിട്ടം ജാതരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർ അതിജീവനത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതുമാണ്. അന്ധവിശ്വാസങ്ങളാൽ ആപത്തിൽപ്പെടാതെ സൂക്ഷിക്കുക. മാസാന്ത്യത്തിൽ മാറ്റങ്ങളുണ്ടാകും. പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തുക. ദോഷശാന്തി കൈവന്ന് കാലം അനുകൂലമാകുവാൻ തുടങ്ങുന്നതാണ്. ചതയം, വിചിത്രത നിറഞ്ഞ ആഴമുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ചതയം നക്ഷത്ര ജാതർക്ക് കർക്കിടകം. ചിലപ്പോൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്തയുണ്ടാകാം. താൽക്കാലികമായ ആത്മവിശ്വാസം കുറയുമെങ്കിലും പെട്ടെന്ന് തന്നെ മാറ്റങ്ങളുണ്ടാകും. സൗഹൃദ ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ താൽക്കാലികമായി നേരിടാനുള്ള സാധ്യതയുമുണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ ചെലവിനും സാധ്യത കാണുന്നു. കടം വാങ്ങിയ തുക തിരികെ നൽകുവാനുള്ള നേരിയ ബുദ്ധിമുട്ട് കാണുന്നുവെങ്കിലും പരിഹരിക്കപ്പെടുന്നതാണ്. പൂരുരുട്ടാതി, ആശയക്കുഴപ്പത്തിന് സാധ്യതയുള്ള കാലമാണ്. സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ശ്രദ്ധ വേണം. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വരുമാനത്തിൽ പൊടുന്നനെ കുറവുണ്ടായേക്കാം. എന്നാൽ ഇത് താൽക്കാലികമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതാണ്. ഉറച്ച ഈശ്വര വിശ്വാസം ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ്. ഉത്രട്ടാതി, കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങും. ഗൃഹനിർമ്മാണമോ ഗൃഹത്തിന് മോടി പിടിപ്പിക്കലോ നടത്തുവാൻ ശ്രമം തുടങ്ങുന്നതും വിജയം കണ്ടെത്തുന്നതുമാണ്. കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. വിദേശത്ത് താമസിക്കുന്നവർ നാട്ടിലെത്തുവാനുള്ള സാധ്യതയാരായും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. രേവതി, പരാജയങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപൂർവ സമയമാണ് രേവതി നക്ഷത്ര ജാതർക്ക് ഈ കർക്കിടക മാസം. വൈകിപ്പോകുന്ന പ്രശ്ന പരിഹാരങ്ങൾക്ക് കുടുംബത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് പരിഹാരം കാണും. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ നിർബന്ധിതരാകുന്നതാണ്. ലഭിക്കേണ്ടുന്ന പണം അല്പം വൈകുവാനുള്ള സാധ്യതയും കാണുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിവിനൊത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷശാന്തി വരുത്തുന്നതാണ്. ഇതോടെ ഇന്നത്തെ കർക്കിടക മാസ ഫലപ്രവചനം അവസാനിക്കുകയാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തുടർ വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മതിയാകും. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.